പോലീസ് വന്നിട്ടുണ്ട്. പേഷ്യന്റിനോട് എന്തോ സംസാരിക്കണം. സംഭവം ഇരിക്കാൻ പറ. ശരി സർ. താൻ ടെൻഷൻ അടിക്കണ്ടോ കേട്ടോ. സിസ്റ്റർ ഒരു മിനിറ്റ്, ഒരു IV ലൊറാസിപാം കൊടുത്തോളൂ. ഹി നീഡ് സം റെസ്റ്റ്. ഹലോ ഡോക്ടർ. ഞാൻ ഡോക്ടർ സതീഷ്. സിയാസിസ്. ഡോക്ടറുടെ ഒരു പേഷ്യൻ്റ് ഉണ്ടല്ലോ ഇന്ന് അഡ്മിറ്റായ, എന്താ അരുൺ. അരുണിനോട് എനിക്കൊന്ന് സംസാരിക്കണം. അരുണോ? ആ, അരുണിപ്പോൾ സംസാരിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല. ആള് കുറച്ച് ഡ്രൗസിയാണ്. കുറച്ച് കോൺഫിഡൻഷ്യൽ മാറ്റേഴ്സാണ്, സംസാരിക്കണം. ഓക്കെ, രവി പോയി അരുണിനെ വിളിച്ചോണ്ടിരും. ശരി സർ. നമുക്ക് വേണമെങ്കിൽ മുറിയിലേക്ക് ഇരിക്കാം. ഓ വേണ്ട, മഴയെ കണ്ട് നിൽക്കാം. അരുൺ. ഹലോ അരുൺ. ഇതിപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെയാണല്ലോ ഡോക്ടർ. ഇതിപ്പോൾ എന്താ ചെയ്യാം? ഒരു കാര്യം ചെയ്യും, എന്തായാലും സംസാരിക്കാറാകുമ്പോൾ ഒരു റിലേറ്റീവിനെ കൂട്ടി അങ്ങോട്ട് വിടും. സൂയിസൈഡൽ റിസ്ക് ഉള്ള പേഷ്യൻ്റ് ആണ്. അപ്പോൾ പുറത്തേക്ക് വിടുന്ന അത്ര സേഫ് അല്ല. അങ്ങനെ ഉണ്ടല്ലേ? ആ ഒരു കാര്യം ചെയ്യും, എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം. അത് ശരി. എന്നാ ശരി ഡോക്ടർ. ശരി, കാണാം. കാണാം. രാവിലെ തന്നെ ഫോണിലാണല്ലോ. പക്ഷെ കിട്ടുന്നില്ലടാ. ഇനി വല്ല ഫേക്ക് ആളാണോ? എന്റെ പൊന്നു വക്കീലെ, ഒന്നുമില്ലെങ്കിലും കുറച്ചുപേരെ അറിയണാണല്ലേ. ഞാൻ വെറുതെ പറഞ്ഞതാ. പിന്നെ നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നു പറഞ്ഞിരുന്നല്ലോ? അത് അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അരുൺ. പുള്ളിക്കാരൻ പാട്ട് പാടും, വയലിൻ വായിക്കും. അപ്പോൾ ജെനിയുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വെച്ചിട്ട് ഒരു തീം ബേസ്ഡ് ലൈവ് ഷോ. അരുൺ വയലിൻ വായിക്കും, ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞാൻ ചിത്രം വരയ്ക്കും. ഇത് കൊള്ളാലോ. അപ്പം നിങ്ങളിന്ന് എവിടെ വെച്ചാൽ മീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്? അത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയാ ഇപ്പോൾ വിളിച്ചു നോക്കി, പക്ഷെ കിട്ടുന്നില്ല. സാരമില്ല, 10 മണിക്ക് മുമ്പ് അവൾ ഓഫീസിൽ എത്താന്നാ പറഞ്ഞേ. പിന്നെ കുറച്ച് വർക്ക് ഉണ്ട്, അത് കഴിഞ്ഞ് അവിടെ ഫ്രീയാ. എന്നാലും നിന്റെയൊക്കെ ഒരു ടൈം. എനിക്കൊക്കെ വയസ്സായില്ലേ. അതെ, വയസ്സൊന്നും ആയിട്ടില്ല. സ്മാർട്ട് ആയിട്ട് വന്നിട്ട് എങ്ങനെ ചെലവിക്കേ. എന്നാ പിന്നെ നീ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വാ. ശരി ശരി. ഫുഡ് അടിക്കാം. എടാ മോൾ എണീറ്റില്ലേ? അവള് 10 മണിയാവും. എടാ ഞാൻ കുറച്ച് സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, മോൾക്കൊന്നും കൊടുത്തേക്കണം. അത് നീ ആദ്യം ഇവളോട് പറ. അതെന്താ? ഇവള് വല്ലതും ബാക്കി വെച്ചാലേ മോക്കൊല്ലും കിട്ടുള്ളൂ. എടാ നിനക്ക് പോണ്ടേ? നീ എന്റെ കാർ എടുത്തോ. കാർ ഓടിച്ച് മടുത്തലയാ. നിന്റെ ആ ബുള്ളറ്റ് ഇപ്പം നിന്റെ കയ്യിലുണ്ടോ? അതോ ഇത് വിറ്റാ? ഏയ്, അതിച്ചതിന് ആർക്കും കൊടുക്കൂല. അതെന്താ? എടാ അതിൽ കറങ്ങണമെന്നല്ലേ ഞാൻ ഇവിടെ ലൈൻ അടിച്ചത്. അതിലല്ലേ ഞാൻ വീണത്. എടാ അത് മതി, ഭാഗ്യമുള്ള വണ്ടിയാ. അതെന്താ ബി, ഞാൻ അറിയാത്ത എന്തോ ഉണ്ടല്ലോ. അതൊരു രഹസ്യം, അതിപ്പോ നീ അറിയണ്ട. എന്തായാലും ബുള്ളറ്റിൽ കറങ്ങിയത് വെറുതെ ആയില്ല. അടിപൊളി ഇഡലി അലയാ. അല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കേ ബി. ചട്നി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. തേങ്ങ രണ്ടേ ഞാനാ. ഒരു തേങ്ങ ചിരവാൻ പറഞ്ഞിട്ട് അതിന്റെ പകുതി വരുത്തുന്നു, ബാക്കി തേങ്ങ ചിരവിട്ടാ ഞാൻ ചട്നി ഉണ്ടാക്കിയത്.
ഷോക്ക് അടിച്ച പോലെ നിൽക്കുന്നത്? അല്ല അത് ആദ്യമായി കണ്ടതിന്റെ ഒരു ഫേസ്ബുക്കിലും വാട്സാപ്പിലും കണ്ട ആള് തന്നെയാണോ എന്നാണോ നോക്കുന്നത്? അയ്യോ അതല്ല. അതോ ഒരു വെർച്വൽ ജെന്നി തന്നെയാണോ എന്നാണോ? എന്തായാലും ആശ്വാസമായി. ആ റോഷൻ വെറുതെ പറഞ്ഞ് പേടിപ്പിച്ചാണ്. ഇങ്ങനത്തെ ഒരാളെ ഉണ്ടാവില്ല. വാക്ക് മാറ്റി പറയാൻ ഞാൻ വക്കീലല്ലെന്ന് ആ റോഷനോട് പോയി പറഞ്ഞേക്ക്. ചത്താലും വാക്ക് മാറില്ല ഈ ജെനി. ജെനി ഫോൺ എന്താ സ്വിച്ച് ഓഫ് ചെയ്തേ? ഉഫ്, ഇന്നലത്തെ ദിവസം നിലത്ത് നിൽക്കാൻ പറ്റിയില്ല. ഓ അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇനി എന്താ പരിപാടി? ആ അത് കൊള്ളാം. എന്നോടാണോ ചോദിക്കുന്നത്? ഞാനൊരു മാസം ലീവ് എടുത്തിട്ട് ഇങ്ങു പോന്നു. മാഡം പറ, അടിയൻ റെഡി. പിന്നെ പിന്നെ അത് ഞാൻ പിന്നെ പറയാം. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്താലോ? ആ നമുക്ക് പ്രോഗ്രാമിലൊന്ന് ചാർജ് ആവണ്ടേ? ഓക്കെ. നമുക്ക് കുറച്ച് നല്ല സ്ഥലങ്ങൾ കാണാം, എന്നിട്ട് അരുണിനെ മീറ്റ് ചെയ്യാം. ആ അരുണിനെ മീറ്റ് ചെയ്തിട്ട് എന്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോയാ പോരെ? പിന്നെന്താ, വാ. പിന്നെ പിന്നെ ഒന്നുമില്ല എന്റെ പൊന്നോ, ഒന്നും ഇരിക്കും. അതെ, ഈ വണ്ടി എവിടെ നിന്ന് ഒപ്പിച്ചത്? ഇത് നമ്മുടെ റോഷന്റെ ബൈക്ക്. ഇതിന്റെ ബാക്കിലിരുന്ന ബുദ്ധിമുട്ടാവോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഏയ് എബിക്കല്ല, എനിക്കെന്തായാലും ബുദ്ധിമുട്ടാവോ? അത് ഞാൻ സൂക്ഷിച്ചുകൊണ്ടുപോകും. എന്നാ ശരി, രോഗിച്ചതും വൈദ്യം കൽപ്പിച്ചതും. അതെന്താ അങ്ങനെ പറഞ്ഞു? അല്ല, ഞാനങ്ങനെ വീട്ടിലെത്തുന്ന ആലോചിക്കായിരുന്നു. ഓക്കേ. അപ്പോഴല്ലേ ഫ്രീ ലിഫ്റ്റ്. എബി എന്താ വിചാരിച്ചത്? ഞാൻ ഒന്നും വിചാരിച്ചില്ലേ. ദേ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? എബിക്ക് കള്ളം പറയാൻ അറിയില്ല. വാ.